ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഉള്ളിവട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസ് സവോള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞത് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഈ ഉള്ളിയിലുള്ള വെള്ളം ഇറങ്ങി വന്നോളും. അപ്പം നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പച്ചമുളകൊക്കെ ഇപ്പോൾ എരിവ് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം ഈ ഉള്ളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് ഒന്ന് മിക്സ് ആയിക്കോളും. ഇപ്പം ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വന്നിട്ടുണ്ട്. ഉണ്ടോ? നമുക്കിതിനി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളിവടയല്ല, നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടില്ലേ, വലിയ ഉള്ളിവട. കണ്ടോ, ഇതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഒരുപാട് ഈ ഒരു ഷേപ്പിലാണ് വരിക. നമുക്കിതൊന്ന് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ എണ്ണ അധികം ഒഴിച്ചിട്ടില്ല, അത് കാരണം കുറച്ചായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കി കൂടി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. എനിക്ക് ഈ സ്നാക്സുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ആണ് കേട്ടോ അത് ഉള്ളിവട. അപ്പം നമുക്ക് മുഴുവനായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ അതാ നമ്മുടെ ഉള്ളിവടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഷേപ്പ് ഒന്നും നോക്കണ്ട. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വലിപ്പമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയാണ് കേട്ടോ. കണ്ടോ, ഇതിലൊരുപാട് മാവ് പൊടികളൊന്നും ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒക്കെ പോവും. ഉള്ളി ഇങ്ങനെ കിടക്കണതാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. താങ്ക്